ഭയങ്കരപ്പെട്ട ഒരു കോമഡി എൻ്റെ അടുത്ത് ആരോ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ കഴുകിക്കളയുക, എന്നിട്ട് നമ്മൾ സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമ്പാദ്യം ശേഖരിച്ച് വെക്കുക. നമ്മളെ ജിന്നും വേണ്ടല്ലോ മക്കളെ, നമ്മളെ ജിന്നുമ്മ കഅബ കാണാൻ വേണ്ടിയിട്ട് പോയത് സത്യത്തിൽ ഞാൻ പണ്ടാരടങ്ങണേന്ന് ദുആ ചെയ്യാനാണ്. എനിക്ക് വയ്യ. നിങ്ങൾ ശരിക്ക് ബുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിയില്ല, മരബുദ്ധിയാണോ എന്ന് ചോദിച്ചാൽ മരബുദ്ധിയാണോ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. അതായത് മുമ്പ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞ ഒരു കാര്യമാണ്, ഞങ്ങളെ ചതിച്ചുകൊണ്ടൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ പോവുകയും അവിടെ വെച്ച് ഞങ്ങളെ കുടുംബകാര്യങ്ങൾ അന്വേഷിക്കുകയും ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസ് കൈമാറുകയും ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇവർ സൂക്ഷിച്ച് വയ്ക്കുകയും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെടുത്ത് നിന്ന് ഞാൻ ജീവനും കൊണ്ട് ഓടിയപ്പോൾ എൻ്റെ പിന്നാലെ ഇരച്ച്, അതായത് കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവിഹിത ആരോപണമാണ്. അവിഹിത ആരോപണമാണ്. ആരോപണമല്ലല്ലോ, തെളിവുകളല്ലേ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്ന, നിങ്ങൾക്ക് എന്നെ ജയിക്കാൻ സാധിക്കില്ല മിസ്റ്റർ ഡ്രാക്കുള. നിനക്ക് എന്നെ ജയിക്കാൻ സാധിക്കില്ല. ഇത് എൻ്റെ നിയത്താണ്. അതായത് നീ എന്നെ ജയിക്കണമെങ്കിൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരണം. നിനക്ക് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു തരിയെങ്കിലും അനക്കം വരുത്താൻ വേണ്ടിയിട്ട് നിന്നെക്കൊണ്ട് കഴിയണം. എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് നിനക്ക് എന്തെങ്കിലും ഒരു തരിയെങ്കിലും നിനക്ക് ഒരനക്കം വരുത്താൻ വേണ്ടിയിട്ട് നിനക്ക് സാധിക്കും. കണ്ടവരെ ജീവിതത്തിൻ്റെ കഥയല്ല ഞാൻ പറയണത്. എൻ്റെ ജീവിതത്തിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ മനുഷ്യനും, ഞാൻ എൻ്റെ ഭർത്താവിനെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ മനുഷ്യൻ എന്നാണ്. എൻ്റെ മനുഷ്യനാണ്, എൻ്റെ സ്വന്തം, എൻ്റെ ജീവൻ്റെ പാതി, എൻ്റെ മനുഷ്യൻ. ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിക്കുന്നത് മനുഷ്യ എന്നാണ്. അപ്പോൾ എൻ്റെ മനുഷ്യൻ്റെയോ എൻ്റെ കുടുംബജീവിതത്തിലോ എന്തെങ്കിലും ഒരു തരി നിനക്കൊണ്ടാക്കാൻ കഴിയണം. അപ്പോഴാണ് നീയൊക്കെ ജയിക്കുക. അല്ലാതെ അവിടെ ഇവിടെ ഇരുന്നും കണ്ട് അവിഹിതം എന്ന് പറഞ്ഞാൽ പോരാ. വലിയ അവിഹിത ആരോപണക്കാരി വന്നേക്കുന്നു, വലിയ അവിഹിത ആരോപണക്കാരി. നീ എന്താണ് എന്നുള്ളത് പച്ചയ്ക്ക് അറിഞ്ഞ ഒരു വ്യക്തിയാണ്. നിനക്ക് ഈ ജന്മം എൻ്റെ നിഴലിൽ തൊടാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇതെൻ്റെ വാദ ആണ്. ലവലാതി പിഴച്ചെത്താനുള്ള